ഈ പറയുന്ന ചരിത്രം എങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു, എങ്ങനെ ആളുകൾക്കിടയിൽ ഇത് വ്യാപകമായി എന്ന് അന്വേഷിച്ചാൽ ചില റാഫിലിയാക്കൾ, ഷിയാക്കളായ ആളുകളാണ് ഇത് പ്രചരിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സാധാരണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ചരിത്രമാണെന്ത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിലായിരിക്കെ തന്റെ മകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന വിഷയം. ചരിത്രപരമായി അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണ് എങ്കിൽ യാതൊരു ചരിത്ര ഗ്രന്ഥത്തിലും, അവലംബനീയമായ യാതൊരു ചരിത്ര ഗ്രന്ഥത്തിലും അത്തരം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ പറയുന്ന ചരിത്രം എങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു, എങ്ങനെ ആളുകൾക്കിടയിൽ ഇത് വ്യാപകമായി എന്ന് അന്വേഷിച്ചാൽ ചില റാഫിലിയാക്കൾ, ഷിയാക്കളായ ആളുകളാണ് ഇത് പ്രചരിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ പറയുന്നത് അല്ലാഹുമ്മ ലഅൻ സനമയ ഖുറൈശിൻ, ഖുറൈശികളുടെ 2 വിഗ്രഹങ്ങൾക്ക് നാശം, അവരെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ് റാഫിലിയാക്കൾ പ്രാർത്ഥിക്കാറുള്ളത്. നഊദു ബില്ലാഹ്, അവരുടെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ചരിത്രം എന്ത് ചെയ്തത്, അവർ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത്. ഒന്നാമത്തേത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, ആ സമയത്ത് ബനു അദി ഗോത്രക്കാർക്കിടയിൽ, അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആചാരം, കുട്ടികളെ കുഴിച്ചു മൂടാന്നുള്ള ആചാരം അത്തരം വ്യാപകമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്താ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആര്, ഹഫ്സ റളിയല്ലാഹു അൻഹ. ഹഫ്സ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത് ജാഹിലിയത്തിനും 5 വർഷം മുമ്പാണ്. ജാഹിലിയത്തിന് 5 വർഷം മുമ്പ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി നിയോഗിതനാകുന്നതിന് 5 വർഷം മുമ്പ്. അങ്ങനെയാണ് എങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു കുഴിച്ചു മൂടിയിട്ടുണ്ട് എങ്കിൽ ആരെയും കുഴിച്ചു മൂടണമായിരുന്നു, ഹഫ്സ റളിയല്ലാഹു അൻഹയെയും കുഴിച്ചു മൂടണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, കുഴിച്ചു മൂടിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇബ്നു ഹജർ റഹിമഹുല്ല ഇസാബയിൽ, തന്റെ ഇസാബ എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, മൂന്നാമത്തെ തെളിവ്, ഉമർ റളിയല്ലാഹു അൻഹു കുഴിച്ചു മൂടിയിട്ടില്ല എന്നതിനുള്ള മൂന്നാമത്തെ തെളിവ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് അൻ-നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഖൈസ് ഇബ്നു ആസിം എന്ന് പറയുന്ന വ്യക്തി, ഖൈസ് ഇബ്നു ആസിം എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബിയോട് അദ്ദേഹം പറയാം, ഞാൻ എന്റെ 8 മക്കളെ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ്. ഞാൻ എന്റെ 8 മക്കളെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. വഇദൽ മൗഊദത്ത് സുഇലത് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ഹദീസാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഓരോ കുട്ടിക്കും നീ എന്ത് ചെയ്യണം, ഓരോ കുട്ടിക്കും വേണ്ടിയിട്ട് നീ ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹം അത് ചെയ്തു എന്നാണ്. ഇവിടെ ഈ ഹദീസ് ഉദ്ധരിച്ച ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞിട്ടില്ല, ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഉമർലാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ഉമർലാൻ പറയായിരുന്നു, ഞാനാണ് എന്ത് ചെയ്തിട്ടുള്ളത് റസൂല്, ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമായിരുന്നു. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, സുന്നത്തിനെതിരെ എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും ആദ്യം എന്ത് ചെയ്യും, അവരത് ചോദിക്കാറുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചിട്ടില്ല എന്നത് അതിനുള്ള തെളിവാണ്. നാലാമത്തേത്, ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കൂട്ടാം. ഇനി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കരുതിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, അള്ളാഹു അത് പുറത്തു കൊടുക്കുന്നുള്ളതാണ്. കാരണം എപ്പോ ചെയ്തതാണ്, ജാഹിലിയത്തിൽ ചെയ്തതാണ്. അദ്ദേഹം അറിയാത്ത ഒരു കാലത്ത് ചെയ്തതാണ്. ജാഹിലിയത്തിൽ ഒരാൾ കുഫ്ർ ചെയ്താൽ, അവിശ്വാസം ചെയ്താൽ പോലും അള്ളാഹു എന്ത് ചെയ്യും, അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ ഇവിടെ ഷിയാക്കൾ അവരുടെ കൃത്യമായ അജണ്ട പ്രകാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു ചെറിയ രൂപത്തിലെങ്കിലും എന്ത് ചെയ്യണം, ഒരു മോശമായ ചിത്രം ആളുകൾക്കിടയിൽ ഉണ്ടാക്കണം എന്നതുകൊണ്ടാണ് ആ ചരിത്രം പലപ്പോഴായി പ്രചരിപ്പിക്കാറുള്ളത്. എന്നാൽ ചില നോവലിസ്റ്റുകാർ, അറബിയിലുള്ള ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അതൊന്നും എന്തല്ല, അതിലൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തതായി യാതൊരു റിപ്പോർട്ടും, സ്ഥിരപ്പെട്ട യാതൊരു റിപ്പോർട്ടും ആ വിഷയത്തിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.